ഈ അജാമിളോപാഖ്യാനം എന്ന 22-ാം ദശകത്തിൻ്റെ ആമുഖം പറഞ്ഞപ്പോഴേക്കും കഥയൊന്ന് ചുരുക്കി പറഞ്ഞപ്പോഴേക്കും 10 മിനിറ്റായി. അപ്പോൾ ഇനി ഞാൻ ഈ ശ്ലോകം കൂടെ പറയുമ്പോഴേക്കും ആ വീഡിയോയ്ക്ക് വളരെയധികം നീളമായി പോകും. നിങ്ങൾക്ക് തന്നെ ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേറെ വീഡിയോ ആയിട്ട് ശ്ലോകങ്ങളെ പറയാം. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം കേട്ടോ. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമേ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദകുലാം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗ്രഹാശ്രമേ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദകുലാം. നമുക്ക് വാക്കുകൾ നോക്കാം. ഹേ വിഭോ പുരാ ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ അജാമിളഃ നാമ മഹീസുരഃ ഗുരോ ഗിര കാനനം ഏത്യ സുധൃഷ്ടശീലാം മദാകുലാം കുലടാം ദൃഷ്ടവാൻ. നമുക്ക് നോക്കാം. അജാമിളോ നാമ, അജാമിളൻ എന്നു പേരായ മഹീസുരൻ രാജാവ്. ഇവിടെ മഹീസുരൻ ബ്രാഹ്മണനാണ്. ഗൃഹസ്ഥനും പുരാ അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി. ഹേ വിഭോ സർവവ്യാപിയായ ഭഗവാനെ, പണ്ട് ഗൃഹസ്ഥനും ഗൃഹാശ്രമി എന്ന് പറഞ്ഞിരിക്കും, ഗൃഹസ്ഥാശ്രമിയായ ധർമ്മപഥാൻ ചരൻ അജാമിളഃ. പണ്ട് ധർമ്മിഷ്ഠനായിരുന്നു അജാമിളൻ എന്ന ഈ ബ്രാഹ്മണൻ. ധർമ്മപഥാൻ ചരൻ അജാമിളഃ നാമ മഹീസുരഃ, ഒരു മഹീസുരൻ ബ്രാഹ്മണനാണ്. സർവവ്യാപിയായ അല്ലയോ ഭഗവാനെ. ഇത് മേൽപ്പത്തൂർ നേരെ പറയുന്നതാണ് ഗുരുവായൂരപ്പനോട്. ഭഗവാനോട് പറയുകയാണ്, സർവവ്യാപിയായ ഭഗവാനെ, പണ്ട് ഈ ഗൃഹസ്ഥാശ്രമിയും ധർമ്മിഷ്ഠനുമായിരുന്ന അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഗുരോർഗിര എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കിനാലെന്നാണ്. ഇവിടെ അച്ഛൻ്റെ വാക്ക് കേട്ടെന്ന് എഴുതിയിരിക്കുന്നു. ഗുരു അച്ഛൻ, മാതാപിതാ ഗുരു ദൈവം എന്നാണ് ആദ്യത്തെ ഗുരു. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഫസ്റ്റ്, അതായത് ആദ്യ പാഠശാല, ആദ്യ വിദ്യാലയം നമ്മുടെ ഭവനം തന്നെയാണ്. അതുപോലെ നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാരും അച്ഛനും അമ്മയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരോർഗിര, ഇവിടെ ഗുരുവിൻ്റെ വാക്കിനാൽ കാനനം ഏത്യ ദൃഷ്ടവാൻ. കാനനം ഏത്യ എന്ന് പറഞ്ഞാൽ കാനനത്തിലേക്ക് പോയി. എന്തിനാണ്? പണ്ട് നമുക്കറിയാം ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഗുരുവിന് എല്ലാ ജോലികളും ചെയ്തു കൊടുത്തൊക്കെയാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. ആ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടേ സ്വന്തം ഗ്രഹത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോകാറുള്ളൂ ഇല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച്, അതുപോലെ ഈ ഗുരു പറയുന്നതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഗുരുവിൻ്റെ വാക്ക് കേട്ട് കാനനത്തിലേക്ക് പോയി എന്നാണ്, വിറക് ശേഖരിക്കാനായിട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശ്രീകൃഷ്ണൻ കുചേലനുമൊത്ത് ആ കാനനത്തിൽ പോയതും വലിയ കാറ്റും മഴയും ഇടിയെല്ലാം വന്നപ്പോൾ രണ്ടുപേരും വഴിതെറ്റി 2 മരത്തിൽ കയറി ഇരുന്ന് ആ മഴയത്തും കാറ്റത്തും രണ്ടുപേർക്കും കൂടെ കഴിക്കാനായി കൊണ്ടുവന്ന അവൽ കുചേലൻ തന്നെ ഭക്ഷിച്ചതും എല്ലാം നമുക്കറിയാമല്ലേ. അവരും ഇതുപോലെ ആ ഗുരുവിൻ്റെ ഭവനത്തിൽ നിന്നും വിറക് ശേഖരിക്കാനായിട്ട് വനത്തിലേക്ക് പോയതായിരുന്നു. അതുപോലെ ഇതവരുടെ അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ വനത്തിലേക്ക് പോവുക, വിറകും ചമതയൊക്കെ ശേഖരിക്കുക. ഗുരുവിനും ഗുരുപത്നിക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഗുരുകുലത്തിൽ തന്നെ താമസിക്കുക എന്ന അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു. ഇവിടെ ഗുരോർഗിര കാനനമേത്യ, കാനനത്തിൽ പോയിട്ട് അവിടെ ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു എന്നാണ്. ആരെയാണ് കണ്ടത്? സുധൃഷ്ടശീലാം കുലടാം മദകുലാം. അങ്ങനെ അവിടെ വെച്ച് മതം കൊണ്ട് മതിമറന്നവൾ, മതം അഹങ്കാരമാണ്. ഇവിടെ ആ മതം എന്ന് പറഞ്ഞാൽ കാമം കൊണ്ട് എന്ന് വേണമെങ്കിലും ഉദ്ദേശിക്കാം കേട്ടോ. കുലടാം ദൃഷ്ടവാൻ, എന്തിനും കൂസലില്ലാത്തവളായ ഒരു കുലടയെ കണ്ടെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്
ഞാൻ ആമുഖമായിട്ട് കഥയിൽ പറഞ്ഞിരുന്നു, ദാസിയെ കണ്ടെത്തിയെന്നും സ്വന്തം ഭാര്യയെ വെടിഞ്ഞ് അവളെ സ്വീകരിച്ച ആ ദാസിയുടെ കൂടെയായിരുന്നു അജാമിളൻ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. സർവ്വവ്യാപിയായ ഭഗവാനോട് മേൽപ്പത്തൂർ പറയുകയാണ്, പണ്ട് അജാമിളൻ എന്ന ധർമ്മിഷ്ഠനും ഗൃഹസ്ഥാശ്രമിയുമായ ഒരു ബ്രാഹ്മണൻ ആ ഗുരുവിൻ്റെ വാക്ക് കേട്ട് കാനനത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് എന്തിനും പോന്നവളായ ഒരു കുലടയായ സ്ത്രീയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം പറയാം. അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമേ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. സ്വതഃ പ്രശാന്തഃ അപി സഹ തഥാ ഹൃദാശയഃ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവന്നാമയുതേ സുതേ രതിം. ദശമീ ഭവൻ പുനഃ ഭവന്നാമയുതേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ നാമം തന്നെ, സുതേ രതിം ദധൗ. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയഃ, സ്വതവേ പ്രശാന്തനാണെങ്കിലും അപ്പോൾ ആ കുലടയായ സ്ത്രീയെ കണ്ടതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ. ആ സ്ത്രീയിൽ ആസക്തനായിട്ട് ബ്രാഹ്മണനായിരുന്നു. ഞാൻ ഈ ദശകത്തിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ ആ അജാമിളൻ്റെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞിരുന്നു, പണ്ട് എങ്ങനെയായിരുന്നു എന്ന്. അത്രയ്ക്ക് നല്ലവനായ ആ ബ്രാഹ്മണൻ ഈ സ്ത്രീയെ കണ്ടപ്പോൾ അതെല്ലാം, അതായത് സ്വതവേ പ്രശാന്തനായിരുന്നുവെങ്കിലും അപ്പോൾ ആ സ്ത്രീയിൽ ആസക്തനായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ആ സ്ത്രീയാൽ വശീകരിക്കപ്പെട്ടിട്ട് സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ, ആ സ്വധർമ്മം ഉത്സൃജ്യ, സ്വന്തം ധർമ്മത്തെ വെടിഞ്ഞിട്ട്, ആ ബ്രാഹ്മണനായിരുന്നിട്ട് ആ ബ്രാഹ്മണ ധർമ്മത്തെ എല്ലാം വെടിഞ്ഞിട്ട് അവളോട് തയാ സമാരമൻ, അവളോടുകൂടി ഉല്ലസിച്ച് ആനന്ദിച്ച് അവളോടുകൂടി വളരെ ഉല്ലസിച്ച് താമസിക്കാൻ തുടങ്ങി. അതായത് അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ, അവളോട് ചേർന്ന് അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. ധർമ്മം വെടിഞ്ഞു, പിന്നെ എന്താണുള്ളത്? ധർമ്മം ഇല്ലാത്തടത്ത് അധർമ്മം, അപ്പോൾ അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അധർമ്മ കർമ്മങ്ങൾ ആചരിക്കാൻ തുടങ്ങി. ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. ആ വാർദ്ധക്യദശയിൽ അവിടുത്തെ നാമമുള്ള മകനിൽ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്. ഭവന്നാമ യുതേരതിം, ആ നാമത്തോടു കൂടിയൻ, ഭഗവാന്റെ നാമത്തോടു കൂടിയവനായ സുതേ രതി, ആ സുതനിൽ രമിച്ചു എന്ന് പറഞ്ഞാൽ ആ മകനോട് കൂടിച്ചേർന്ന് താമസിച്ചു കൊണ്ടിരുന്നു എന്നേ അർത്ഥമുള്ളൂ. ആ കൂടുതൽ പ്രിയത്തോടു കൂടിയവൻ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? ഏറ്റവും ആദ്യത്തെ മകനോ മകളോ ആയാലും ആദ്യത്തെ കുട്ടിയോടും അവസാനത്തെ കുട്ടിയോടും ഭയങ്കര സ്നേഹമായിരിക്കും. പണ്ടൊക്കെ കുറേ, അതായത് ഒരുപാട് മക്കളുള്ള വീടുകളൊക്കെ ഇല്ലേ? നമ്മൾ ഈയിടെ ഇപ്പോൾ ടി വിയിലൊക്കെ PVN അൻവറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 14 മക്കളായിരുന്നു എന്ന് പറഞ്ഞു. പണ്ട് എല്ലാ ഭവനങ്ങളിലും തന്നെ ഒരുപാട് മക്കളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അജാമിളൻ എന്തായാലും 10 പേരേ ഉള്ളൂ. നമ്മൾ രാമായണ കഥയിൽ കൈകസിയുടെ അവരുടെ കുടുംബത്തിലൊക്കെ നമ്മൾ 14, 10 ഒക്കെ നമ്മൾ കണ്ടുമില്ലേ മക്കൾ. അതുപോലെ പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരുപാട് മക്കളുണ്ട്. ഇവിടെ അജാമിളൻ എന്തായാലും 10 പേരേ ഉണ്ടായുള്ളൂ. 10ാമത്തെ മകനായിരുന്നു ഭഗവാന്റെ നാമത്തോടു കൂടിയ നാരായണൻ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത 3ാമത്തെ ശ്ലോകം നോക്കാം. സ്വതപ്രശാന്തോപി തഥാ ഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. ഇനി 3ാമത്തെ ശ്ലോകം നോക്കാം.
സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയ പുരാമനാക്തൊത്സ്മൃതിവാസനാബലാദ് ജുഹാവനാരായണനാമകം സുതം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയ പുരാമനാക്തൊത്സ്മൃതിവാസനാബലാദ് ജുഹാവനാരായണനാമകം സുതം. സഹ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയ പുരാ മനാക് ത്വത്സ്മൃതിവാസനാബലാത് നാരായണനാമകം സുതം ജുഹാവ. ഇവിടെ സഹ മൃത്യുകാലേ എന്ന് പറഞ്ഞാൽ ഇവിടെ അജാമിളൻ മൃത്യു അടുത്ത് വന്നപ്പോൾ, അതായത് മരിക്കാൻ സമയമായപ്പോൾ, മരണകാലം അടുത്തപ്പോൾ ഭയങ്കരാൻ ത്രീൻ ഭയങ്കര ആകൃതികളോടുകൂടി, അതായത് ഭയത്തെ ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം എന്ന് പറഞ്ഞാൽ. ത്രീൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാണ്. സംസ്കൃതത്തിലെ ഏകം ദ്വേ ത്രീൻ, ത്രീണി ചത്വാരി, അങ്ങനെ ത്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നാണ്. യമകിങ്കരാൻ മൂന്ന് കാലദൂതന്മാരെ കണ്ട് പേടിച്ചു. യമകിങ്കരന്മാർ കയറൊക്കെ ആയിട്ട് യമധർമ്മൻ പറഞ്ഞു വിട്ടു. അവൻ്റെ സമയം എടുത്തു, പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അഭിലക്ഷയൻ ഭിയ എന്ന് പറഞ്ഞാൽ ഭീതി കൊണ്ട് പേടിച്ചു വിറച്ചു അജാമിളൻ ഈ മൂന്ന് യമകിങ്കരന്മാരെ കണ്ടിട്ട്. പുരാമനാക്ത്വത് സ്മൃതിവാസനാബലാദ്. അപ്പോൾ പുര എന്ന് പറഞ്ഞാൽ പണ്ട് എന്തുണ്ടായിരുന്നു? കുറച്ച് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നു. നമുക്കറിയാം പണ്ട് അജാമിളൻ നല്ലവനായിരുന്നു. ആ വാസനാബലത്താൽ അന്ന് ഭഗവത് സ്മരണ, അപ്പം ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നാൽ മതി എന്നാണ്. ഭഗവാനെ എപ്പോഴെങ്കിലും സ്മരിച്ചു. ആ പണ്ട് ചെയ്തതിൻ്റെ പുണ്യമാണിപ്പോൾ അജാമിളന് കിട്ടാൻ പോകുന്നത്. ആ പണ്ട് കുറച്ച് ഭഗവത് സ്മൃതി ഉണ്ടായിരുന്നത് കൊണ്ട്, ആ വാസന കൊണ്ട് നാരായണനാമകം സുതം, നാരായണൻ എന്ന് പേരുള്ള മകനെ പേരെടുത്ത് വിളിച്ചു. സുതം നാരായണനാമകം സുതം ജുഹാവ വിളിച്ചു. ഈ യമകിങ്കരന്മാരെ കണ്ട് പേടിച്ചിട്ട് നാരായണ നാരായണ എന്ന് മകനെയാണ് വിളിച്ചത്. അതാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ ഭിയ പുരാമനാക് ത്വത്സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണനാമകം സുതം. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാദ് പുരോഭിവേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാദ് പുരോഭിവേദുർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. ദുരാശയസ്യ അപി അസ്യ അപി പുരഃ തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് ചതുർഭുജാഃ പീതപടാഃ മനോരമാഃ ഭവദീയ പാർഷദ അഭിവേദു. തദാസ്യ നിർഗത എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ തദാത്വനിർഗത എന്നും പറയാം. ഇവിടെ തദാസ്യ, തത് ആസ്യ അവിടുത്തെ ആസ്യം മുഖമാണ്, അവിടുത്തെ മുഖത്ത് നിന്ന് വന്ന എന്നാണ്, നിർഗമിച്ച എന്നാണ് അർത്ഥം. ഇവിടെ ദുരാശയസ്യാപി തദാസ്യ നിർഗത, സ്വതേ ദുർബുദ്ധിയാണ് ഇവൻ്റെ ഈ മുൻഭാഗത്ത്. കാലദൂതന്മാർക്കും ഇവനും ഇടയിലായിട്ട്, അതായത് കൊണ്ടുപോകാനായിട്ട് കാലകിങ്കരന്മാർ യമദൂതന്മാർ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയ്ക്കിലേക്ക് എന്ത് വന്നു? ആരാണ് വന്നത്? മുൻഭാഗത്ത് ഇവർക്ക് രണ്ടുപേർക്കും മധ്യത്തിലായിട്ട് തദാസ്യ നിർഗതത്വദീയ നാമാക്ഷര വൈഭവാദ്, അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട, അതായത് അവൻ്റെ മുഖത്ത് നിന്നും പുറപ്പെട്ട നിർഗത ത്വദീയ, അവിടുത്തെ ഭഗവാനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാദ്, വേറെ ഒരിക്കലും അവൻ നാമം ജപിച്ചിട്ടില്ല, ഭഗവാന്റെ നാമം ജപിക്കാറേ ഇല്ലായിരുന്നു കുറേ കാലങ്ങളായിട്ട്, ഈ ദാസിയുടെ കൂടെ കൂടിയതിൽ പിന്നെ. അപ്പോൾ ആ ത്വദീയ നാമാക്ഷരം, ആ ഭഗവാന്റെ നാമമായ നാരായണ എന്ന ആ നാമം നിർഗത, ആ വൈഭവാത്ത്, ആ വൈഭവം കൊണ്ട്, ആ പ്രഭാവം കൊണ്ട്, ആ നാരായണ നാമത്തിൻ്റെ വൈഭവം കൊണ്ട്
ചതുർഭുജാ പീതപട, 4 കൈകളും മഞ്ഞപ്പട്ടും. പീതം മഞ്ഞ, പീതപടാഹ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പട്ടും. മനോരമാഹ, മനോഹരാകൃതിയാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമാണ്. ഭവതീയ പാർഷദാഹ അഭിഭേദു. അപ്പോൾ ആ ഇവരുടെ 2 പേരുടെയും, അതായത് കാലകിങ്കരന്മാരുടെയും അജാമിളൻ്റെയും മധ്യത്തിലേക്ക് ആര് വന്നു? ഈ നാമാക്ഷര വൈഭവാത്, ഭഗവൻ നാമത്തിൻ്റെ വൈഭവത്താൽ, ആ മാഹാത്മ്യത്താൽ വന്നു. 4 കൈകളോടും മഞ്ഞപ്പെട്ട് ധരിച്ച് മനോഹര രൂപത്തോടു കൂടിയ സുന്ദരന്മാരായ ഭവതീയ പാർഷദന്മാർ, ഭഗവാന്റെ പാർഷദന്മാർ അങ്ങനെ ഇവരുടെ നടുക്കിലേക്ക് വന്നങ്ങ് നിന്നു, അജാമിളൻ്റെ മുമ്പിലായിട്ട് വന്നു നിന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിവേദുർഭവദീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ. നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നല്ല ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.